അത്രത്തോളം വഅദുകളും നസീഹത്തുകളും ഉപദേശങ്ങളും ഈ സമുദായത്തിന് കിട്ടിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ജീവിതത്തിന് മാറ്റം വരുത്തുന്നില്ല. ആ വഅദ് പറയുന്നവനാകട്ടെ, ആ വഅദ് കേൾക്കുന്നവരാകട്ടെ, പറയുന്നവരും കേൾക്കുന്നവരും അവരുടെ ജീവിതത്തിൽ മാറ്റം വരുത്തുവാൻ ഇന്നത്തെ വഅദുകൾക്ക് കഴിയുന്നില്ലെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉപദേശം വല്ലാതെ കൂടിപ്പോയ ഒരവസ്ഥയാണ് നമുക്കുള്ളത്. ഈ സമുദായം ഉപദേശം കേൾക്കുന്നത് പോലെ ലോകത്ത് ഒരു സമുദായവും, അത് ഹൈന്ദവ വിശ്വാസികളാകട്ടെ, ക്രിസ്തുമത വിശ്വാസികളാകട്ടെ, ഒരു മതവിശ്വാസിക്കും നമ്മളെപ്പോലെ ഒരു ഉപദേശമില്ല. അവർക്ക് മദ്രസകളില്ല, സ്വലാത്ത് മജ്ലിസുകളില്ല, വഅദിന്റെ മജ്ലിസുകളില്ല, എന്റെ പ്രിയപ്പെട്ടവരെ ക്ലാസുകളില്ല, ദിക്ർ സ്വലാത്തുകളില്ല. എവിടെ നോക്കിയാലും ഈ ഉമ്മത്തിന് വല്ലാത്ത ഉപദേശമാ. ഓർമ്മ വെച്ച കാലം മുതൽ, ജനിച്ച കാലം മുതൽ ആ ഒരു കുഞ്ഞു ഭൂമിയിലേക്ക് കടന്നു വന്നാൽ ഒരു ചെവിയിൽ ബാങ്കും രണ്ടാമത്തെ ചെവിയിൽ ഇഖാമത്തും, ഇത് കൊടുത്തുകൊണ്ടുള്ള ഉപദേശം അവിടെ നിന്ന് തുടങ്ങുകയാ. മരിക്കുന്ന കാലം വരെ ഉപദേശങ്ങൾ കൊടുത്തു. നിയമങ്ങളും ഫർദുകളും സുന്നത്തുകളും അദബുകളും മര്യാദകളും ഇതെല്ലാം പറഞ്ഞു കൊടുത്തിട്ടും ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ മോശമായ ജീവിതം നയിക്കുന്നത് നമ്മുടെ സമുദായമാണ്.